ചലഞ്ചറാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇത് നോക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 2025 പ്രിലിംസ് എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാം, അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ പഠിക്കണം. ഈ കുറച്ച് സമയങ്ങളേ ഉള്ളൂ. ഇപ്പൊ നമുക്കറിയാം മെയ് ജൂലൈ മാസങ്ങളിലാണ് പ്രിലിമിനറി എക്സാം വരുന്നത്. അപ്പൊ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പൊ തീരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് എന്ത് ചെയ്യാം, എങ്ങനെ പഠിച്ചു തുടങ്ങണം, എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നവർ അവരുടെ രീതിയിൽ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലേ സ്റ്റോറിലേക്ക് പോവാം. അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു നമ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കതിൽ എല്ലാ എക്സാംസും അവൈലബിൾ ആണ്. ഇപ്പൊ സെക്രട്ടറി അസിസ്റ്റന്റ് നോക്കുവാണെങ്കിൽ സെക്രട്ടറി അസിസ്റ്റന്റ് മലയാളത്തിലും ഇംഗ്ലീഷിലും എങ്ങനെ ഏതിലാണ് എക്സാം എഴുതുന്നത്, നിങ്ങൾ മലയാളത്തിൽ എഴുതുന്നവരാണെങ്കിൽ ഇംഗ്ലീഷ്, അങ്ങനെ സെപ്പറേറ്റ് പ്രിലിംസ് ബാച്ച് ഉണ്ട്. അപ്പൊ ഇതുപോലെ ഒരു സ്ക്രീൻ കാർഡ് ഉണ്ടാവും സെക്രട്ടറി അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാം. അപ്പൊ എത്രയും വേഗം എല്ലാവരും പഠിച്ചു തുടങ്ങുക. അപ്പൊ നമ്മൾ സെക്രട്ടറി അസിസ്റ്റന്റ് അപ്ലൈ ചെയ്യാനുള്ള സമയം കഴിഞ്ഞു. അപ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു. അതിന്റെ കാറ്റഗറി കോഡ് നമുക്കറിയാം 576/2024 പ്രിലിമിനറി എക്സാം വരുന്നത് മെയ് ജൂലൈ മാസങ്ങളിലാണ് കേട്ടോ. പ്രിലിമിനറി എക്സാം വരുന്നത് മെയ് ജൂലൈ മാസങ്ങളിലാണ്. മെയിൻസ് എക്സാം വരുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലാണ്. അപ്പൊ ഇത് തമ്മിൽ ഒരു മാസത്തെ ഡിഫറൻസേ ഉള്ളൂ. അപ്പൊ അവരെപ്പോഴാ എക്സാം ഓഗസ്റ്റ് ഒക്ടോബർ എന്നാണ് പറയുന്നത്. അപ്പൊ എത്ര സമയം ഉണ്ടോ നമ്മൾ, എന്നാലും നമുക്ക് ഇടയ്ക്ക് ഒരു 1 മന്ത് ഉണ്ട് മെയിൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. മെയ് ജൂലൈ എന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ നമുക്ക് എന്തായി, ഫെബ്രുവരി ആയി. അപ്പൊ ഇപ്പൊ തന്നെ ഫെബ്രുവരി ആയിട്ടുണ്ട്. ഫെബ്രുവരി പകുതി ആയിട്ടില്ല, അതിന് 28 ദിവസമല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് 10-ാം തീയതി വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ ഒരു 20 ദിവസം ഇല്ലല്ലോ, 28 ആയതുകൊണ്ട്. അപ്പം അത് ഒരു പകുതി ഉണ്ടാവും. പിന്നെ മാർച്ച് ഉണ്ട്, ഏപ്രിലും ഉണ്ട്. അപ്പൊ ഒരു 70-75 ഡേയ്സ് മാത്രമേ നമുക്ക് ഇനി ഉള്ളൂ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെങ്ങനെ ഫലപ്രദമായിട്ട് പ്രിപ്പയർ ചെയ്ത് നമുക്ക് പ്രിലിംസ് ഒന്ന് ക്രാക്ക് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കേട്ടോ. അപ്പൊ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. അപ്പൊ അവരങ്ങനെ തന്നെ നിങ്ങളുടെ ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് തന്നെ പോവുക. പിന്നെ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം ഇതുവരെ ഒരു ഡിഗ്രി പ്രിലിംസിന് പ്രിപ്പയർ ചെയ്തിട്ടില്ലാത്തവർക്കാണെങ്കിൽ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവരെല്ലാരും എങ്ങനെ പഠിക്കണം, ഏതൊക്കെ പഠിക്കണം, എങ്ങനെ, അപ്പൊ ഇതിന് വലിച്ചു വാരി കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുമായിരിക്കും. അപ്പൊ നമ്മള് എങ്ങനെ ജസ്റ്റ് പ്രിലിംസ് ക്രാക്ക് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി വെച്ചാൽ പഠിക്കുക നിങ്ങൾ തന്നെ വേണം. അതെങ്ങനെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് നോക്കേണ്ടത്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് മൊത്തം അപേക്ഷകർ, ഇത്തവണത്തെ മൊത്തം അപേക്ഷകരാണിത് കേട്ടോ. 4,57,900 ആണ്. കഴിഞ്ഞ പ്രാവശ്യം അത് 5 ലക്ഷമായിരുന്നു, കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അടുത്തതായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് അപേക്ഷകരുടെ എണ്ണം കൂടി ഒന്ന് മനസ്സിലാക്കി. ഇത്തവണ മൊത്തം അപേക്ഷകർ 4,57,900 ആണ് വരുന്നത്. ഓക്കെയാണ്. കഴിഞ്ഞ പ്രാവശ്യം അത് 5 ലക്ഷമായിരുന്നു. നമുക്കത് കുറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആണോ എന്ന് ചോദിച്ചാല് ചിലപ്പോ ബാക്കിയുള്ള എക്സാമിന് കിട്ടിപ്പോയവരായിരിക്കും. അല്ലെങ്കിൽ ഡിഗ്രി ഇപ്പോ പ്രിലിംസും മെയിൻസും ഒക്കെ ആക്കി അതൊരു ടഫ് ലെവൽ 2 സ്റ്റേജ് ഒക്കെ 2 പേപ്പർ ഒക്കെ മെയിൻസിന് ആക്കിയത് കൊണ്ട് കുറഞ്ഞതും നമുക്കറിയില്ല. അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എത്ര അപേക്ഷകർ എത്ര തന്നെ ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യുക, നമുക്കൊരു ജോലിയാണ് വേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. ഇപ്പോഴത്തെ പ്രിലിംസ് നമ്മൾ ക്രാക്ക് ചെയ്യുക. ബാക്കിയുള്ളത് എന്ത് ചെയ്യുക, മെയിൻസിനുള്ളത് 1 മാസം നമുക്ക് ഉണ്ടാവും. നമുക്ക് ഏത് സ്റ്റേജ് ആണ് എപ്പോഴാണ് വരുന്നതെന്നൊന്നും അറിയില്ല. നമ്മൾ കണക്കിലാക്കുമ്പോഴത്തേനും നമുക്ക് മെയിലാണ് ഫസ്റ്റ് സ്റ്റേജ് തന്നെ നമുക്ക് വരും എന്നുള്ള രീതിയിൽ പഠിക്കുക. മെയിൻസും നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ വരും എന്നുള്ള ഇത് തന്നെ പഠിക്കാം. അപ്പം ജൂലൈ വരെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്ത് ഇരിക്കണ്ട. അഥവാ നിങ്ങൾക്ക് മെയിലെ ഫസ്റ്റ് സ്റ്റേജിലൊന്നും അല്ല എങ്കിൽ ബാക്കിയുള്ള സമയം നിങ്ങൾ റിവിഷൻ ആയിട്ട് എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ മെയിൻസും. അപ്പൊ നമുക്ക് എപ്പോഴും ആദ്യത്തെ സ്റ്റേജ് ആയിരിക്കും എന്ന് വിചാരിച്ച് ആ ഒരു മാസം കാൽക്ക് വെച്ച് തന്നെ, ആ ഒരു ദിവസങ്ങൾ വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെയാണ്. പിന്നെ നമ്മൾ പഠിക്കുമ്പോഴത്തേനും ആദ്യമായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, സിലബസ് നിങ്ങൾ പ്രിന്റ് എടുത്ത് വയ്ക്കുക. പ്രിലിംസും മെയിൻസിന് 2 പേപ്പർ ഉണ്ട്. എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിന്റ് എടുത്ത് തന്നെ വയ്ക്കുക. ഫോണിലുണ്ട്, PDF ഫോണിലുണ്ട്, അല്ലെങ്കിൽ ആപ്പിലുണ്ട് എന്ന് വെച്ചാൽ ആവശ്യമുള്ളപ്പോ നോക്കാന്ന് പറഞ്ഞ് അത് ഫോണിൽ കയറി കഴിഞ്ഞാൽ നമുക്കറിയാലോ. ബാക്കി പിന്നെ നമ്മൾ ഫോണിലേക്ക് ആയിപ്പോവും, സോഷ്യൽ മീഡിയകളിലൊക്കെ ഉണ്ട്, അങ്ങനെ ആയിപ്പോവും. സോ അതുകൊണ്ട് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം സിലബസ് എന്ത് ചെയ്യുക, പ്രിന്റ് എടുത്ത് തന്നെ വെക്കുക. അതില് നിങ്ങൾ എന്തൊക്കെ പഠിച്ചു, ഇനി എന്തൊക്കെ പഠിക്കാനുണ്ടെന്നുള്ളത് പഠിച്ചതെല്ലാം മാർക്ക് ചെയ്ത് തന്നെ പോവുക. പിന്നെ എന്താണ് ഞാൻ പണ്ട് പറയുന്നത് പോലെ സ്റ്റഡി ഒരു ദിവസം മാറ്റി വെച്ച് റിവിഷൻ, ആ ഒരാഴ്ച പഠിച്ചത് റിവിഷനാക്കി പഠിക്കാൻ ശ്രമിക്കുക. കുറച്ചു പേർക്ക് എന്താ ഒരുപാട് സമയമുണ്ട്. കാരണം എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി മാത്രം കോച്ചിങ്ങിന് പോകുന്നതോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യുന്നവരോ ആയിട്ടൊക്കെ അവർക്ക് ഒരുപാട് സമയം കിട്ടും. എത്ര സമയം നിങ്ങൾക്ക് കിട്ടുന്നു അത്രയും സമയം പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ അത്രയും നന്നായിട്ട്, വെറുതെ സമയം ഒരുപാടുണ്ട്. ഇപ്പൊ 10 മണിക്കൂർ പഠിക്കുന്നത് അതിൽ 2 മണിക്കൂർ പഠിച്ചിട്ട് പഠിക്കാൻ 10 മണിക്കൂർ ഇരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ 2 മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ അത് കാര്യമില്ല. 10 മണിക്കൂർ കിട്ടുവാണെങ്കിൽ 10 മണിക്കൂറും പഠിക്കാൻ ശ്രമിക്കുക.
ഇപ്പൊ ജോലിക്ക് പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ വീട്ടമ്മമാരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോ മറ്റു വർക്കുകൾ ചെയ്യുന്നവരായിരിക്കും, വീട്ടിൽ ജോലി ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാം, അങ്ങനെയുള്ളവരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം നിങ്ങൾ തന്നെ കണ്ടെത്തി പഠിക്കുക കേട്ടോ. അപ്പൊ വീട്ടിൽ വന്നിട്ട് ഇപ്പം നിങ്ങളുടെ ജോലി സമയവുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എപ്പോഴാണോ നിങ്ങളുടെ സമയം, അത് നിങ്ങളുടെ മാത്രം ആ പഠിക്കുന്ന സമയമാണല്ലോ, അത് കുറച്ച് നന്നായിട്ട് പഠിക്കും. അപ്പൊ നമുക്ക് സിലബസ് നോക്കാം. ഇതാണ് ഡീറ്റെയിൽഡ് സിലബസും അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. 2025 PSC പുറത്തിറക്കിയ ഡിഗ്രിയുടെ പ്രിലിംസിന്റെ സിലബസ് ആണിത്. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം എത്ര മാർക്ക് ഏതൊക്കെയാണെന്ന് കൃത്യമായി ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഇത് സിലബസ് നമ്മൾ പഠിക്കുമ്പോൾ മെയിൻസിന്റെയും പ്രിലിംസിന്റെയും കൂടെ എടുത്തു വെക്കുക. കോമൺ ആയിട്ടുള്ളത്, മെയിൻസിനും പ്രിലിംസിനും കോമൺ ആയിട്ടുള്ളത് ഉണ്ടാവുമല്ലോ. അപ്പൊ അതങ്ങനെ തന്നെ പ്രിലിംസിനും മെയിൻസിനും കൂടി കോമൺ ആയിട്ട് തന്നെ ആ ടോപ്പിക്ക് പഠിക്കുക. പ്രിലിംസിന് ഇല്ല, പക്ഷെ മെയിൻസിന് ഉണ്ട് എന്നുള്ള കുറച്ച് ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക് സെക്കൻഡ് പേപ്പർ അല്ല ഞാൻ പറയുന്നത്, മെയിൻസിന്റെ ഫസ്റ്റ് പേപ്പറാണ് ഞാൻ പറയുന്നത്. അതിൽ കുറച്ച് ടോപ്പിക് എന്ത് ചെയ്യാം, പ്രിലിംസിന് മെയിൻസിന് ഉള്ളതാണ്, കുറച്ച് മെയിൻസിന് മാത്രമാണ്. ആ മെയിൻസിന് മാത്രമുള്ള ടോപ്പിക് എന്ത് ചെയ്യാം, ഇപ്പൊ ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാതെ അത് നമുക്ക് പ്രിലിമിനറി എക്സാം കഴിഞ്ഞിട്ട് പഠിക്കാം. ഓക്കെ, അത് കുറച്ചൊരു നമുക്ക് ഒരു മന്ത് സമയം കിട്ടും. ആ സമയത്ത് നമ്മൾ അത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് സെക്കൻഡ് പേപ്പറും പഠിക്കാനുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, ഹിസ്റ്ററി നമുക്ക് 10 മാർക്കാണെന്ന് അറിയാം. പിന്നെ ജിയോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ് അതെല്ലാം കൂടി ഒരു 15 മാർക്ക്. കോൺസ്റ്റിറ്റ്യൂഷനും 5 മാർക്കാണ് കേട്ടോ. പിന്നെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, അതിന് കറണ്ട് അഫയേഴ്സും ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാത്തിന്റെ കൂടെ എന്തുണ്ട്, കറണ്ട് അഫയേഴ്സ് എന്നാണ്. കറണ്ട് അഫയേഴ്സ് സെപ്പറേറ്റ് ഇത്ര മാർക്ക് എന്നില്ല. ഇപ്പൊ ഹിസ്റ്ററിയിലാണെങ്കിൽ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ആർക്കെങ്കിലും നമ്മുടെ കേരള ഹിസ്റ്ററി ആണെങ്കിൽ ഇപ്പൊ ഒരാളുടെ പേരുണ്ട്, അയാളുടെ ഇത്രാമത്തെ ചരമവാർഷികം ആഘോഷിച്ചത് എപ്പോ, അതിപ്പോ നടന്നതല്ലേ, അപ്പൊ അതൊരു കറണ്ട് അഫയേഴ്സ്. സോ പ്ലസ് എല്ലാത്തിന്റെയും കൂടെ കറണ്ട് അഫയേഴ്സ് ആണ് വരുന്നത്. സോ കറണ്ട് അഫയേഴ്സ് വളരെ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ ആർട്സ്, ലിറ്ററേച്ചർ, സാഹിത്യം, കല, കായികം അതുണ്ടല്ലോ, അതെന്താണ് 10 മാർക്കോളം അത് വരുന്നുണ്ട്. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമുക്കറിയാം കമ്പ്യൂട്ടർ നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്ന അത്രയും തന്നെ ഉള്ളൂ. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക്. പിന്നെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് നമുക്ക് മാത്സ് 20 ഉണ്ട്, ഇംഗ്ലീഷ് 20, മലയാളം റീജിയണൽ ലാംഗ്വേജ് അതെല്ലാം കൂടി എത്ര വരുന്നുണ്ട്, 50 മാർക്കിന് വരുന്നുണ്ട്. അപ്പൊ ഡിഗ്രിയുടെ പകുതി മാർക്കോളം എന്തിലാണ് വരുന്നത്, ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ആണ്. മാത്സിൽ റീസണിങ് ഉണ്ടാവും, മറ്റേ സാധാരണ അരിത്തമെറ്റിക്കും ഉണ്ടാവും. ഓക്കെയാണ്. അപ്പൊ ഇത്തിരി 50 മാർക്ക് കിട്ടിക്കഴിഞ്ഞാല് 50 മാർക്കിൽ ഒരു 45 നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാല് അതായത് ബാക്കി GK എന്തായാലും ഒരുവിധം പഠിക്കുന്ന എല്ലാവർക്കും GK ബാക്കി കിട്ടും. അപ്പൊ അതൊന്നും എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അപ്പൊ നിങ്ങളുടെ മെയിൻ കീ ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഈ 3 കേട്ടോ, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഓക്കെ, അതെങ്ങനെ പഠിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിൽ നിന്ന് തന്നെ നമുക്ക് പകുതിയോളം മാർക്ക് കിട്ടുന്നുണ്ട്. അതായി കഴിഞ്ഞാൽ അപ്പൊ 50 മാർക്കും എല്ലാവർക്കും കിട്ടുന്നൊന്നും ഞാൻ പറയുന്നില്ല. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 45 ഓരോന്നൊന്നും 45 കൂടുതൽ 46, 47 ഒക്കെ വാങ്ങിക്കാൻ പറ്റിയാൽ നല്ലത്. 50 വാങ്ങിക്കാൻ പറ്റിയാലും നല്ലതാണ്. പക്ഷെ എന്ത് ചെയ്യാം, നമ്മൾ 45 പ്രതീക്ഷിക്കാം. നമുക്ക് എല്ലാം കിട്ടണമെന്നില്ലല്ലോ. അപ്പം ഇംഗ്ലീഷിന്റെ വൊക്കാബുലറി ഒക്കെ നമുക്ക് എങ്ങനെയാ വരുന്നതെന്ന് അറിയില്ലല്ലോ. 45 വിചാരിക്കുക. ബാക്കിയുള്ള നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്ററി, ജിയോഗ്രഫി തന്നെ ബാക്കിയുള്ളത് കിട്ടും. ഒരു 70-80 മാർക്കിന് അടുപ്പിച്ച് കിട്ടും. ക്വസ്റ്റ്യന്റെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല, ടഫ് ലെവലാണോ എന്താണോ ഒന്നും നമുക്കറിയില്ല. നമ്മൾ അത്രയും നല്ലൊരു മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പഠിക്കേണ്ടതുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ല എന്താ, മാത്സ്, സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി, അതായത് മാത്സും റീസണിങ്ങും വരുന്നുണ്ട്. റീസണിംഗ് എന്ന് പറഞ്ഞാൽ മെന്റൽ എബിലിറ്റി ആണ് കേട്ടോ. അത് ആദ്യത്തത് റീസണിങ് 10 മാർക്കാണ്. അല്ലാത്ത നമ്മുടെ സാധാരണ മാത്സ് അതിലിപ്പോ എല്ലാം വരുന്നുണ്ട്. സിംപ്ലിഫിക്കേഷൻ വരുന്നുണ്ട്, പെർസെന്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ട്രെയിന്, എന്താണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ്, വർക്ക് ആൻഡ് ടൈം, ആവറേജ്, പിന്നെ എക്സ്പോണൻസ് വരുന്നുണ്ട്, പിന്നെ എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. പിന്നെ സാധാരണ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ വരുന്നുണ്ട് കേട്ടോ. അപ്പം അതെന്ത് ചെയ്യാം, ഒരു ദിവസം നിങ്ങൾ ഒരെണ്ണം എങ്കിലും ഒരെണ്ണം കംപ്ലീറ്റ് ആയില്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം. ഒരുപാട് പേര് പഠിക്കുന്നത് ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയാ, ഇപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുക്കുവാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുക്കും. നമ്മൾ ഡിഗ്രി എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബോധത്തോടു കൂടി പഠിക്കുക. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ട് പോകരുത്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി നോക്കേണ്ടതുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇപ്പൊ ഒരാൾ പഠിക്കുകയാണെങ്കിൽ അതിൽ എന്ത് ചെയ്യും, ഒരു ബേസിക് നോക്കും, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കും. ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ അറിയാം. ഒരു അഡ്വാൻസ് സ്റ്റേജിലേക്ക് പോകത്തില്ല. എന്നിട്ട് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് കംപ്ലീറ്റ് ചെയ്തു. ചിലപ്പോൾ 2 ദിവസം എടുത്താലും 3 ദിവസം എടുത്താലും പഠിക്കുന്ന ആ ഒരു ടോപ്പിക്, ഇപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് പഠിക്കുന്നെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് മീഡിയം ലെവലും ഈസി ലെവലും എല്ലാം ബേസിക്കോടുകൂടി പഠിച്ചു പോകാൻ ശ്രമിക്കുക. പിന്നെ അതെന്ത് ചെയ്യുക,
ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്കൊരു ഞാൻ പറഞ്ഞതുപോലെ 70-75 ദിവസം ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റിയില്ല എങ്കിൽ ഒരു ടോപ്പിക് 2-3 ദിവസം എടുത്താലും അത് പൂർണ്ണമായിട്ടും പഠിച്ചിട്ട് മാത്രം മുന്നോട്ട് പോവുക. അതുപോലെ തന്നെയാണ് റീസണിങ്. ഇത് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക് റീസണിങ് ചെയ്യാനായിട്ട്. ഇത് ബ്ലഡ് റിലേഷനും ഡയറക്ഷനും പിന്നെന്താണ് കോഡിങ് ആൻഡ് ഡീകോഡിങ് വരുന്നുണ്ട്, അനലോഗികൾ വരുന്നുണ്ട്, പിന്നെ ടൈം ക്ലോക്ക് വരുന്നുണ്ട്, കലണ്ടർ വരുന്നുണ്ട്. അതൊക്കെ നോക്കുക. അപ്പൊ കമ്പാരിറ്റീവ്ലി റീസണിങ് കുറച്ച് ചിന്തിച്ച് എഴുതാനൊക്കെ ഉള്ളതായിരിക്കും. കോഡിംഗ് ഒക്കെ ആയിരിക്കും കൂടുതൽ വരുന്നത്. പിന്നെ ഇംഗ്ലീഷും മലയാളത്തിലും കാണും. കൂടുതലും നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് വരുവാണെങ്കിൽ അവര് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ മാത്രമേ എടുക്കുള്ളൂ. മലയാളത്തിലെ ക്വസ്റ്റ്യൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ടാണ് മലയാളത്തിലേക്ക് ആക്കുന്നത്. അപ്പം അതിന്റെ മലയാളത്തിൽ ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ പഠിക്കുന്നതിന് കറക്റ്റ് മലയാളം തന്നെ വരണമെന്നില്ല. സോ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അവര് എടുക്കുന്നത് എന്താണ്, PSC എടുക്കുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. സോ അത് ശ്രദ്ധിക്കുക. അപ്പൊ അത് രണ്ടും നന്നായിട്ട് പഠിക്കും. നമുക്ക് 20 മാർക്കാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ഇംഗ്ലീഷ് കേട്ടോ, സാധാരണ എല്ലാവരും പറയുന്ന പോലെ 5 വേർഡ്സ് പഠിക്കുക എന്നാണ് എല്ലാവരും പറഞ്ഞത്. വൊക്കാബുലറി ഡിഗ്രി പ്രിലിംസ് ആണ്. കുറച്ച് നന്നായിട്ട് അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള വൊക്കാബുലറികൾ തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് രണ്ടും 20 മാർക്കിനാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ദിവസം ഗ്രാമർ പഠിക്കുവാണെങ്കിൽ അടുത്ത ദിവസം വൊക്കാബുലറി, അടുത്ത ദിവസം ഗ്രാമർ, അങ്ങനെ പോവാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഗ്രാമർ പഠിക്കുവാണ്. ഇപ്പൊ നമുക്കൊരു ടെൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കും. ക്വസ്റ്റ്യൻ ടാഗ് ഒരു ദിവസം മതി പഠിക്കാന്. അല്ലെങ്കിൽ നമുക്ക് എന്താണ് സ്പീച്ച്, റിപ്പോർട്ടർ സ്പീച്ച്, ആക്റ്റീവ് പാസീവ് വോയിസ് ഒക്കെ പഠിക്കുവാണെങ്കിൽ എന്ത് ചെയ്യുക, അത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് പോയി. ഇപ്പൊ ഒരു ദിവസം കൊണ്ട് തീർന്നില്ല എങ്കിൽ, ആക്റ്റീവ് പാസീവ് വോയിസ് പഠിക്കുമ്പോൾ ഒരു ദിവസം കൊണ്ട് തീർന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക, അടുത്ത ദിവസം ബാക്കി അത് കംപ്ലീറ്റ് ചെയ്തതിന് മാത്രം പോകുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഞാൻ പഠിച്ചു കഴിഞ്ഞു, ആക്റ്റീവ് പകുതിയായുള്ള അത് പഠിച്ചു എന്ന് പറഞ്ഞ് ടിക്ക് ചെയ്ത് പോകരുത്. കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റണം. ഓക്കെ. പിന്നെ വൊക്കാബുലറി ആണ്. വൊക്കാബുലറി ഇപ്പൊ എന്താണ് വേർഡ്സ് ഒക്കെ ചോദിക്കുന്നത് കുറച്ച് ടഫ് ലെവൽ ആയിട്ടുള്ളതാണ്. അതായത് സിനോണിം, ആന്റോണിം ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒരു 5 വാക്കുകൾ വൊക്കാബുലറി 5 വാക്കുകളൊക്കെ ഡെയിലി പഠിക്കാൻ പറ്റുവാണെങ്കിൽ, 5 വാക്കുകൾ വലിയ പാടില്ല, മലയാളത്തിലും അത് പഠിക്കണം. അപ്പൊ 5 വാക്കുകൾ എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചു പോകുന്നത് നല്ലതായിരിക്കും. ഇഡിയംസ് കൂടെ 5 ഇഡിയംസും 5 വൊക്കാബുലറി വേർഡ്സും കൂടെ പഠിച്ചു പോവുക. അതൊരു നിങ്ങൾ ഇന്ന ദിവസം ഇന്നത് പഠിക്കണം എന്ന് ഞാൻ പറയാത്തതിന് കാരണം ചിലർക്ക് മലയാളം എളുപ്പമായിരിക്കും, ചിലർക്ക് മാത്സ് നോക്കേണ്ട ആവശ്യമില്ല, എല്ലാം അറിയായിരിക്കും, ഇംഗ്ലീഷ് അറിയായിരിക്കും. അപ്പൊ നമുക്ക് ഏതാണോ വീക്ക് ആയിട്ടുള്ളത് അത് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെയാണ്. ഇതുപോലെ തന്നെയാണ് മലയാളത്തിന് 10 മാർക്കാണ് കേട്ടോ. അപ്പൊ മറ്റേത് രണ്ടും 20, ഇത് 10. അപ്പൊ അതിന് മൊത്തം 50 മാർക്കാണ്. ഇതിൽ ഈ ഒറ്റപ്പദം, പദശുദ്ധി ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്ത് ചെയ്യുക, ഈ പര്യായം നമുക്ക് ഓരോ 5 എണ്ണം വെച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അത് അധികം സമയമൊന്നും വേണ്ട. ഓരോന്നും 5 എണ്ണം വെച്ച് ഒരു ദിവസം പറ്റുന്നതനുസരിച്ച് പോകാൻ ശ്രമിക്കുക. അടുത്ത ഹിസ്റ്ററിയാണ്. അത് 10 മാർക്കാണ്. നമുക്കറിയാം കേരളം, ഇന്ത്യ, വേൾഡ് ഉണ്ട്. വേൾഡ് വിപ്ലവങ്ങൾ, അതായത് ചൈനീസ് റവല്യൂഷൻ, റഷ്യൻ, അങ്ങനെ ഒരുപാട് വിപ്ലവങ്ങളുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യുക, കൃത്യമായി നോക്കിയിരിക്കുക. അപ്പൊ അതൊന്നും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യങ്ങൾ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. പിന്നെ കേരള ഹിസ്റ്ററി നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ഇതുവരെ ഇന്ത്യൻ ഹിസ്റ്ററി ഒന്നും ഒരുപാട് പഠിച്ചിട്ടില്ല എങ്കിൽ പഠിക്കാനായിട്ട്, കാരണം അത് ഒത്തിരി ഉണ്ടെന്ന് വെച്ചാൽ ഒത്തിരി ഉണ്ട്. അത് ഈ നമ്മളൊരു 75 ദിവസം പറയുകയാണെങ്കിൽ ആ 75 ദിവസത്തിൽ തീരുമോ എന്ന് എനിക്കറിയില്ല. സോ അതുകൊണ്ട് പഠിച്ചവരത് റിവൈസ് ചെയ്യുക. തീരെ പഠിച്ചിട്ടില്ലാത്തവര് വീണ്ടും തുടങ്ങിയാൽ അത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നിങ്ങൾ ഇത് രണ്ടും, കേരള ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും എളുപ്പം തീരുന്നതുമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് നന്നായിട്ട് നോക്കുക. ഇന്ത്യൻ ഹിസ്റ്ററി നോക്കണ്ട എന്നല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ അത് പറ്റുന്നത് നോക്കുക. എല്ലാം തീർക്കാൻ വേണ്ടി പറ്റുമെന്ന് എനിക്കറിയില്ല. ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവർക്ക്, പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതൊരു പ്രശ്നമല്ല. പിന്നെ ജിയോഗ്രഫി നമുക്ക് എത്ര മാർക്കാണ്, 5 മാർക്കാണ്. അതെന്ത് ചെയ്യുക, അത് സെയിം അതുപോലെ കേരള, ഇന്ത്യ എല്ലാം പഠിക്കുക. പ്ലസ് എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് എല്ലാത്തിന്റെ കൂടെ എന്ത് പഠിക്കുക, കറണ്ട് അഫയേഴ്സ് പഠിക്കാം. മന്ത്ലി കറണ്ട് അഫയേഴ്സ് നോക്കി പോവുക. നമ്മുടെ ചാനലിൽ തന്നെ എല്ലാ മാസത്തെയും മന്ത്ലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റഡ് ആണ്. പിന്നെ ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് കൂടെ നോക്കിയിട്ട് പോവുക. അപ്പൊ ഒരുവിധം കറണ്ട് അഫയേഴ്സ് അങ്ങനെ തന്നെ നിങ്ങൾക്ക് മന്ത്ലി കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ തന്നെ ഒരു മാസത്തെ, ഇപ്പൊ 2025 നമുക്ക് എക്സാം നടക്കാൻ പോകുന്നത്. അറ്റ്ലീസ്റ്റ് 2025 പകുതി എല്ലാവരും മെയ് മാസം വരെയും. പിന്നെ ഏതാ നമ്മുടെ 2024 കംപ്ലീറ്റ് പഠിക്കണം. പഠിക്കുമ്പോൾ കംപ്ലീറ്റ് പഠിക്കുക. പക്ഷെ ഞാൻ 2024 പഠിച്ചു, എനിക്ക് 2024 ചോദിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞല്ല, പഠിക്കുന്ന ഇപ്പൊ 2023 പഠിക്കണമെന്ന് ചിലർ പറയും, 22 പഠിക്കണമെന്ന് പറയുന്നവരുണ്ട്. അപ്പൊ ഇനിയുള്ള ഒരു പരിമിത സമയത്തിനുള്ളിൽ നമുക്ക് 24 മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ കംപ്ലീറ്റ് ചെയ്യുന്നത് പൂർണ്ണമായി കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ എക്കണോമിക്സ് നമുക്ക് 5 മാർക്കിനാണ് ചോദിക്കുന്നത്. അതിൽ കുറച്ച് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ഈ GDP, GNP ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതും എക്സ്പെൻഡിച്ചർ അങ്ങനത്തെ സംഭവങ്ങളുണ്ട്, അത് പഠിക്കുക. പഞ്ചവത്സര പദ്ധതികൾ നിങ്ങൾക്ക് അറിയാം. പിന്നെ നിതി ആയോഗ്, ബഡ്ജറ്റ്, ഫിസിക്കൽ പോളിസി, അതിൽ നിങ്ങൾ
POയ്ക്ക് നോക്കിയാൽ തന്നെ അറിയാം, ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്, സോൾവ് ചെയ്യേണ്ടി വരും. അതുകൂടെ ഒന്ന് നോക്കിയേ. സിവിക്സ് നമ്മൾ സാധാരണ ഇവിടെ ഓരോ ടോപ്പിക് വൈസ് എടുക്കുന്നത് തന്നെയാണ്. ഈ ഗവേണൻസ്, ലോക്പാൽ, അതിനെ കുറിച്ചുള്ള എല്ലാ സിവിക്സിലെ പറ്റിയുള്ള അതും പഠിക്കുക. അതും 5 മാർക്കാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കാണ്. സ്വാഭാവിക എല്ലാം പഠിക്കുന്നത് പോലെ പഠിക്കുക. പ്ലസ് എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് കൂടെ പഠിച്ചു പോവുക. ഇത് അടുത്ത 10 മാർക്കിനാണ് നമ്മുടെ ആർട്സ് ആൻഡ് സ്പോർട്സ് ലിറ്ററേച്ചർ വരുന്നത്. പ്ലസ് കറണ്ട് അഫയേഴ്സ് ആണ് വരുന്നത്. അത് 10 മാർക്കാണ്. അത് ഒത്തിരി ഉണ്ട് പഠിക്കാനായിട്ട്. കലയുടെ ഇതിൽ തന്നെ എന്ത് ചെയ്യാം, പ്രശസ്തമായ സ്ഥലങ്ങള്, സ്ഥാപനങ്ങള്, വ്യക്തികള്, കലാകാരന്മാര്, അത് ചേരുംപടി ചേർക്കാൻ ചോദിക്കും, സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ കായികമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സും ചോദിക്കും, അല്ലാതെയും ചോദിക്കും. കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ എന്താണ്, ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, എല്ലാ ഗെയിംസും നോക്കുക, അത് എവിടെ വെച്ച് നടന്നു, ആര് ജയിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ കായികത്തില് അതിന്റെ പ്രധാന അവാർഡ് വെച്ചാൽ ആദ്യത്തെ അവാർഡ് സ്ട്രാറ്റജിക് ആയിട്ടുള്ള അവാർഡുകൾ, അതും ചോദിക്കാം. കറണ്ട് അഫയേഴ്സ് ആയിട്ട് നടക്കുന്ന അവാർഡുകളും ചോദിക്കാം കേട്ടോ. പിന്നെ അതുപോലെ സാഹിത്യവും സംസ്കാരവും വരുന്നുണ്ട്. അതിലും അവാർഡുകളാണ് കൂടുതലായിട്ട് വരുന്നത്. സാഹിത്യ അവാർഡുകള്, അതിന് അർഹരായ ആൾക്കാര്, എഴുത്തുകാര്, അതിന്റെ കൃതികളുടെ കൃതികളിലുള്ള കഥാപാത്രങ്ങൾ ചോദിക്കാം. അത് കുറച്ച് നന്നായിട്ട് പഠിക്കണം, കാരണം അതെന്ത് ചെയ്യാം, ചേരുംപടി ചേർക്കാനൊക്കെ ആയിരിക്കും ചോദിക്കുക. അതുപോലെ സംസ്കാരം, ആഘോഷങ്ങളും കാര്യങ്ങളുമായിട്ടുള്ള അതും നോക്കുക. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് സാധാരണ നോക്കുന്നത് പോലെയുള്ളതുള്ളൂ. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, നെറ്റ്വർക്ക്, പിന്നെ സൈബർ ക്രൈംസ്, ഇന്റർനെറ്റ്, ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്ഥിരമായിട്ട് കമ്പ്യൂട്ടറിൽ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെയാണ് സയൻസ് ആൻഡ് ടെക്നോളജി. അത് നമ്മളിത് കാണുമ്പോൾ അത് കുറച്ചധികം ഉണ്ട്. നമ്മൾ കുറച്ച് ISROയും കാര്യങ്ങളും ഒക്കെ പഠിച്ചു പോയാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞത്, നമുക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അത് 50 മാർക്കാണ്. അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു 45 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതിൽ വേറെ എക്സ്ട്രാ വേറെ ഒന്നും ചോദിക്കാല്ല. മാത്സിന് ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റണം. അതുമാതിരി പ്രാക്ടീസ് ചെയ്യാം. പിന്നെ POയ്ക്ക് കൂടെ നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും ഒരു 50 മാർക്കിന് ഒരു 45 മാർക്ക് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഒരു 35 അല്ലെങ്കിൽ 30-40 മാർക്ക് അനുസരിച്ച് എന്ത് ചെയ്യാം, ഹിസ്റ്ററി, ഈ കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് പഠിച്ചാൽ തന്നെ ഒരു 10-20 മാർക്ക്, 10-15 മാർക്കോളം നമുക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ള ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നന്നായിട്ട് അറിയുന്നതായിരിക്കും. പിന്നെന്താണ്, സയൻസ് ആൻഡ് ടെക്നോളജി, കമ്പ്യൂട്ടർ ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യം അറിയുന്നവരാണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ 3 എണ്ണം മാത്സ്, മലയാളം, ഇംഗ്ലീഷ് വളരെ നന്നായിട്ട് നോക്കുക. ഡെയിലി പഠിക്കുക. ഒരു ദിവസം എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യാൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും പ്രിലിംസ് നന്നായിട്ട് എഴുതുക, നന്നായിട്ട് പഠിക്കുക. നമുക്കിനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, 2 മാസം. മെയിലാണ് നമുക്ക് എക്സാം എന്ന് വിചാരിച്ച് പഠിച്ചു തുടങ്ങാം കേട്ടോ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കോഴ്സ് ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.